എല്ലാവർക്കും നമസ്കാരം. മീഡിയ ഡിക്ഷണറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സിനി ഫെയിലിയറിനെ കുറിച്ചാണ്. നമ്മളിൽ എത്ര പേർക്ക് സിനിമ കണ്ടാൽ ഒരു എന്റർടൈൻമെന്റ് മാത്രമല്ല, ഒരു ഇമോഷൻ ആണ്. അതാണ് സിനി ഫെയിലിയർ. സിനി ഫെയിലിയർ എന്ന് പറയുന്നത് സിനിമയോടുള്ള ഡീപ് ലവ് ആൻഡ് പാഷൻ ആണ്. സിനിമ എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമല്ല കാണുന്നത്, സിനിമ ഒരു ആർട്ട് ഫോമായി അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനാണ്. സിനി ഫെയിലിയർ ഇതിലുള്ളവരെ സിനിഫൈൽസ് എന്ന് വിളിക്കും. ഒരു സിനിഫൈൽ സ്റ്റോറി മാത്രമല്ല നോക്കുന്നത്, അവർക്ക് ഡയറക്ഷൻ, ആക്ടിങ്, സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, ലൈറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സൗണ്ട് ഡിസൈൻ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സിനിമ കാണുമ്പോൾ ഒരു സീൻ എങ്ങനെ ഷൂട്ട് ചെയ്തു, ക്യാമറ ആംഗിൾ എന്തിനു യൂസ് ചെയ്തു, മ്യൂസിക് ഇമോഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നൊക്കെ അവർ ഒബ്സർവ് ചെയ്യാറുണ്ട് ഒരു സിനിമ കാണുമ്പോൾ. സിനിഫൈൽ ഡിഫറെന്റ് ലാംഗ്വേജസ് ആൻഡ് ഡിഫറെന്റ് കൺട്രീസിലെ മൂവീസ് കാണും. കമേഴ്ഷ്യൽ മൂവീസ് മാത്രമല്ല, ക്ലാസിക് ഫിലിംസ്, ഇൻഡിപെൻഡന്റ് ഫിലിംസ്, ഡോക്യുമെന്ററീസ്, വേൾഡ് സിനിമ എല്ലാം എക്സ്പ്ലോർ ചെയ്യും. കാരണം ഓരോ സിനിമയിൽ നിന്നും നമുക്ക് പുതിയ ഐഡിയാസും എക്സ്പീരിയൻസസും പഠിക്കാൻ കഴിയുന്നു. സിനിഫീലിയ നമ്മളെ ഡിഫറെന്റ് കൾച്ചേഴ്സ്, ട്രഡീഷൻസ്, ലൈഫ് സ്റ്റൈൽ ആൻഡ് പീപ്പിൾസ് ഇമോഷൻ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. സിനിമ വഴി നമ്മൾ ലോകത്തെ വേറൊരു പെർസ്പെക്റ്റീവിൽ കാണാൻ പഠിക്കുന്നു. അത് ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ഇംപ്രൂവ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഫേമസ് ഡയറക്ടേഴ്സ് പോലെ മാർട്ടിൻ സ്കോർസേസ്, ക്രിസ്റ്റഫർ നോലൻ ആൻഡ് സത്യജിത് റേ ഇവരെല്ലാം സിനിമയോടുള്ള പാഷൻ കൊണ്ടാണ് ഗ്രേറ്റ് ഫിലിംസ് ക്രിയേറ്റ് ചെയ്തത്. അവർ സിനിമ എന്റർടൈൻമെന്റിന് മാത്രമല്ല, ഒരു പവർഫുൾ സ്റ്റോറി ടെല്ലിംഗ് മീഡിയമാണ് എന്ന് അവർ പ്രൂവ് ചെയ്തു. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലത്ത് സിനിഫീലിയ വളരെ പോപ്പുലറായി. ആളുകൾ മൂവി റിവ്യൂ ഷെയർ ചെയ്യുന്നു, ഫിലിം ഡിസ്കഷൻസ് നടത്തുന്നു, ഹിഡൻ ജെംസ് മൂവീസ് റെക്കമെൻഡ് ചെയ്യുന്നു, ഫിലിം മേക്കിംഗ് ടെക്നിക്സ് പഠിക്കുന്നു. ഇതൊക്കെ സിനിമയോടുള്ള ഇൻട്രസ്റ്റ് കൂടുതലാക്കുന്നു. ഫൈനലി, സിനിഫീലിയ എന്ന് പറയുന്നത് സിനിമ കാണുന്നതിനേക്കാൾ കൂടുതലാണ്. അത് സിനിമ ഒരു ആർട്ട് ഫോമായി റെസ്പെക്ട് ചെയ്യുക, ഓരോ മൂവിയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പഠിക്കുക, സ്റ്റോറി ടെല്ലിങ്ങിലും ഹ്യൂമൻ ഇമോഷൻസിലും അപ്രീഷിയേറ്റ് ചെയ്യുക. ഇതാണ് സിനിഫീലിയ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും അറിയിക്കുക. നന്ദി, നമസ്കാരം.